ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കരുത്തരായ ഫ്ലമംഗോ 1-3 ഗോളുകൾക്കാണ് സാന്റോസിനെ പരാജയപ്പെടുത്തിയത്. നെയ്മർ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. 48-ാമത്തെ മിനിറ്റിൽ സാന്റോസ് ലീഡെടുത്തു. പക്ഷെ അതിനുശേഷം ഫ്ലമംഗോ 3 ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു. ഏതായാലും സാന്റോസ് അടുത്ത മത്സരം സൗത്ത് അമേരിക്കൻ കപ്പിലാണ് കളിക്കുക. എതിരാളികൾ ഇക്വഡോറിയൻ ക്ലബ്ബായ ഡിപ്പോർട്ടീവ ക്യുവൻക എന്ന ക്ലബ്ബാണ്. ഇനി ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ കൂക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ ഇക്വഡോറിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിൽ ഉള്ള പ്ലാൻ എന്താണ്, അത് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. സാന്റോസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ നെയ്മർ വർക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച മുഴുവനും അത് അദ്ദേഹം തുടരും. അദ്ദേഹം ട്രാവൽ ചെയ്യില്ല. സ്ട്രെങ്ത്തും സ്പീഡും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വർക്ക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ദിവസവും 2 ട്രെയിനിങ് സെഷനുകൾ വീതം അദ്ദേഹം ചെയ്യുന്നുണ്ട്. നെയ്മറുടെ ഊർജം വീണ്ടെടുക്കുക, അതിനു വേണ്ടിയാണ് അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നത്. ബ്രേക്കിന് മുന്നേ 13 മത്സരങ്ങളാണ് ഇനി സാന്റോസിന് അവശേഷിക്കുന്നത്. ആ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും നെയ്മറെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വിശ്രമം നൽകുന്നത്. ഇതാണ് സാന്റോസിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അടുത്ത ബ്രേക്കിന് മുന്നേ സാന്റോസിന് 13 മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. ആ മത്സരങ്ങളിൽ മിക്ക മത്സരങ്ങളിലും നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി അദ്ദേഹം സ്ട്രെങ്ത്തും സ്പീഡും ഒക്കെ കൈവരിക്കണം, എനർജി കൈവരിക്കണം. അതിനു വേണ്ടിയാണ് അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നത് എന്നാണ് ഇപ്പോൾ സാന്റോസിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മർ അതിനുശേഷമുള്ള മത്സരത്തിൽ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏപ്രിൽ 12-ാം തീയതി അത്ലറ്റിക്കോ എംജിക്കെതിരെ സാന്റോസ് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയറെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.